മൂന്നാം ക്ലാസ്സിലെ മലയാളം പാദവാർഷിക മൂല്യനിർണ്ണയ പരീക്ഷയുടെ ഉത്തരങ്ങൾ പരിശോധിക്കാം. ഈ ചോദ്യപേപ്പർ 2024 ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ചോദ്യം വായിക്കാം എഴുതാം എന്നുള്ളതാണ്. അവിടെ ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കത്ത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആ കത്തിൻ്റെ അടിയിലുള്ള 5 ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാനാണ് പറയുന്നത്. ഉത്തരം എവിടെ എഴുതിയിട്ടുണ്ടെന്ന് നോക്കുക. പ്രവർത്തനം 2 നിയമാവലി തയ്യാറാക്കാം. ഒരു പഴമെറിയൽ മത്സരത്തിന്റെ നിയമാവലി കൊടുത്തിട്ടുണ്ട്. മുത്തുമലക്കാട്ടിലെ പഴമെറിയൽ മത്സരത്തിന്റെ നിയമാവലി വായിച്ചല്ലോ. ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളിയുടെ നിയമാവലി തയ്യാറാക്കുക. നിങ്ങൾക്ക് പരിചിതമായ ഒരു കളിയുടെ നിയമാവലി നമുക്ക് അറിയുന്ന രീതിയിൽ ആ ക്രമത്തിന് എഴുതാനാണ് പറയുന്നത്. ഇവിടെ കളിയുടെ പേര് എഴുതണം, നിയമാവലിയും എഴുതണം. ഇവിടെ ഞാനൊരു കളിയുടെ പേരും അതിന്റെ നിയമാവലിയും എഴുതിയിട്ടുണ്ട്. ഇവിടെ പേര് മിഠായി പെറുക്കൽ മത്സരം. വൃത്തത്തിനുള്ളിൽ മിഠായി നിരത്തിയിട്ടിട്ടുണ്ടാവും. വിസിലടിക്കുമ്പോൾ ഓടിച്ചെന്ന് മിഠായി പെറുക്കണം. ഓരോ മിഠായി വീതം പെറുക്കിയെടുക്കണം. ഒരാൾ എടുക്കുന്ന മിഠായി തട്ടിയെടുക്കാൻ ശ്രമിക്കരുത്. ഒരു 4 പോയിന്റ് എഴുതിയാൽ മതി. 4 പോയിന്റ് എഴുതിയാൽ 4 പോയിന്റും അതോടൊപ്പം തന്നെ കളിയുടെ പേരിന് 1 പോയിന്റും, അങ്ങനെ നമുക്ക് 5 സ്കോർ ലഭിക്കുന്നതാണ്. മൂന്നാമത്തെ ചോദ്യം ഡയറി എഴുതാം. നീലുവിൻ്റെ സ്കൂളിലെ ഭക്ഷ്യമേളയായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഡയറി എഴുതാൻ പറയുന്നുണ്ട്. ഭക്ഷ്യമേളയുടെ ഒരു ഡയറി കുറിപ്പ്. ഇവിടെ ഞാനൊരു ഡയറി കുറിപ്പ് എഴുതിയിട്ടുണ്ട്. വായിക്കുന്നില്ല, നിങ്ങൾ വായിച്ചു നോക്കുക. പ്രവർത്തനം 4 ക്രമത്തിൽ എഴുതാം. അവിടെ ഒരു 6 പച്ചക്കറികളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ അക്ഷരമാല ക്രമത്തിൽ എഴുതണം. അ ആ ഇ എന്നുള്ള ആ ക്രമത്തിൽ എഴുതാനാണ് പറയുന്നത്. നാലാമത്തെ ചോദ്യത്തിൽ രണ്ടാമതൊരു ചോദ്യം കൂടിയുണ്ട്. അതുകൂടി നോക്കാം. പൗഡർ പൂശിയ സുന്ദരി ഞാൻ കറിവച്ചാലോ വമ്പത്തി. ഈ കടങ്കഥയ്ക്ക് ഉത്തരമായി വരുന്ന പച്ചക്കറി ഏത്? അവിടെ മത്തൻ, വേണ്ട, കുമ്പളം, വഴുതന എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പൗഡർ പൂശിയ സുന്ദരി എന്ന് പറയുന്നത് കുമ്പളമാണ്. ഏതെങ്കിലും പച്ചക്കറിയുടെ പേര് ഉത്തരമായി വരുന്ന ഒരു കടങ്കഥ എഴുതൂ. ഞാനിവിടെ 2-3 എഴുതിയിട്ടുണ്ട്. പ്രവർത്തനം 5 കണ്ടെത്താം എഴുതാം. അവിടെ ഒരു പഴഞ്ചൊല്ല് കൊടുത്തിട്ടുണ്ട്. അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്നൊരു പഴഞ്ചൊല്ലാണ്. അതിൻ്റെ ആശയം എന്താണ് എന്ന് എഴുതാനാണ് ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ഉത്തരം ഇവിടെ എഴുതിയിട്ടുണ്ട്. വായിച്ചു നോക്കുക. അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. മൃഗങ്ങളുടെ പേരുകൾ ഉൾപ്പെടുന്ന 2 പഴഞ്ചൊല്ലുകൾ എഴുതുക. മൃഗങ്ങളുടെ പേരുകൾ ഉൾപ്പെടുന്ന എന്ന് പറഞ്ഞാൽ കടങ്കഥയിൽ ചോദ്യത്തിൽ മൃഗങ്ങളുടെ പേരാവാം, ഉത്തരത്തിൽ മൃഗങ്ങളുടെ പേരാകാം. ഏതായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ ഞാൻ മൃഗങ്ങൾ ഉത്തരമായി വരുന്ന കുറച്ച് കടങ്കഥകളെ എഴുതിയിട്ടുണ്ട്. മറ്റൊരു ചോദ്യം കൂടിയുണ്ട്, നോക്കാം. അമ്മയുടെ മറുപടി കേട്ട് അച്ഛൻ പൊട്ടി പൊട്ടി ചിരിച്ചു. അടിവരയിട്ട പദക്കൂട്ട് ചേർത്ത് മറ്റൊരു വാക്യം എഴുതുക. ഞാൻ 2 കൊടുത്തിട്ടുണ്ട്. വായിച്ചു നോക്കുക. അടുത്ത ചോദ്യം വായിക്കാം വരയ്ക്കാം എന്നാണ്. അവിടെ ഒരു ചെറിയ കവിത കൊടുത്തിട്ടുണ്ട്. ആ കവിതയിൽ വിവരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് അത് എഴുതാനാണ് പറയുന്നത്. ആ കവിതയിൽ എന്തിനെക്കുറിച്ചെല്ലാമാണ് പറയുന്നത് എന്ന് കണ്ടെത്തിയതിന് ശേഷം ആ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഇത് നമ്മൾ 2-3 തവണ വായിച്ച കവിത വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇതിൻ്റെ ഉത്തരം എഴുതേണ്ടത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടിയുണ്ട്. കൂട്ടുകാർ കണ്ടെത്തിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു ചിത്രം വരയ്ക്കൂ. ചിത്രത്തിന് യോജിച്ച നിറങ്ങളും നൽകൂ. ഇപ്പം ഇവിടെ നമ്മൾ ദൂരെ മലകളുണ്ട്, നെൽക്കതിരുണ്ട്, ആകാശത്ത് കിളികളുണ്ട്, കളകളം ഒഴുകുന്ന പുഴയുണ്ട്, പുഴയിലെ ചെറുമീൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുന്ന വിധത്തിലുള്ള ഒരു ചിത്രം വരയ്ക്കാനാണ് പറയുന്നത്. ചിത്രം നമുക്ക് അറിയുന്നത് പോലെ വരച്ചാൽ മതി. ഇതിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന വിധത്തിലൊരു ചിത്രം വരച്ച് ക്രയോൺ കൊണ്ട് കളർ കൊടുക്കുക. ഇത്രയുമാണ് 3ാം ക്ലാസ്സിലെ മലയാളം പരീക്ഷയിൽ 2024 ചോദിച്ച ചോദ്യങ്ങൾ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.